സാമ്പത്തിക ബാധ്യതയെ തുടർന്ന് മാതാവിന് ഗുളിക നൽകിയതിനു ശേഷം ഷാൾ മുറുക്കി കൊലപ്പെടുത്താൻ ശ്രമിച്ചിട്ട് മകൻ ആത്മഹത്യ ചെയ്തു. ആയൂർ ഇളമാട് വടക്കേവിള രഞ്ജിത്ത് ഭവനിൽ 35 വയസ്സുള്ള രഞ്ജിത്താണ് മരിച്ചത്. മാതാവായ 56 വയസ്സുള്ള സുജാതയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ഏറെ നാളുകളായി പ്രമേഹ രോഗത്തെ തുടർന്ന് കാലുപഴുത്ത് സുജാത ചികിത്സയിൽ കഴിയുകയായിരുന്നു. അമ്മയും മകനും മാത്രമാണ് വീട്ടിൽ താമസിച്ചു വന്നിരുന്നത്. സുജാതയുടെ ചികിത്സയും മറ്റ് സാമ്പത്തിക ബാധ്യതകൾ കൂടി താങ്ങാൻ പറ്റാതായതോടെ ഇരുവരും രാത്രി മരിക്കാൻ തീരുമാനിച്ചു. ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ്, അഞ്ചൽ, അഗസ്തിക്കോട്. Contact 94472 44659 89218 37847. വീട്ടിൽ ഇരുന്നപ്പം KSB ഉദ്യോഗസ്ഥൻ വീട്ടിൻ്റെ ബൈക്ക് കൊണ്ടുവച്ചിട്ട് വീട്ടിലോട്ട് കയറി വരികയും എൻ്റെ അടുത്ത് ചോദിച്ച് ആ വീട്ടിലാകെ താമസിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു സുജാത ഒരമ്മയും മോനോ താമസിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞ് അവിടുത്തെ 210 രൂപ ഉണ്ട്, 210 രൂപ ബില്ലുണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു, പുള്ളി പറഞ്ഞ് പൈസ എന്താ വേണമെന്ന് വെച്ചാൽ പുള്ളി പറഞ്ഞ് പുള്ളി ഇപ്രാവശ്യം പിരിവിട്ടങ്ങ് അടച്ചോളാം. ഞാൻ എൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു കാല് മുറിച്ച് കിടക്കുകയാണ്, മോന് ജോലിയൊന്നുമില്ല, 6 മാസമായിട്ട് ജോലിയൊന്നുമില്ല. അപ്പം പുള്ളി എടുത്ത വല്ല പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പൈസ പുള്ളി അടച്ചോളാം, അവരെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ പുള്ളിയാണ് പറയുന്നത് ഈ വീട്ടിൽ ഒരാൾ വെള്ളം വേണം എന്ന് പറഞ്ഞത്. പക്ഷെ പുള്ളിയുടെ ഒറ്റ ഇതുകൊണ്ടാണ്, ആ പുള്ളിയാണ് യഥാർത്ഥത്തിൽ ഇത്. ഇല്ലെങ്കിൽ ഈ മൈക്കിന്റെ സൗണ്ട് കൊണ്ടോ ഇതൊന്നും ആരും അയൽവക്കത്തുകാർക്ക് പോലും കേൾക്കാൻ പറ്റില്ല. കാരണം ഉത്സവം നടക്കുന്നത് കൊണ്ട് കേൾക്കാൻ പറ്റില്ല. ഞങ്ങളിവിടെ വന്ന് ഞാനും തങ്കപ്പ സഖാവുമായിട്ട് ഇവിടെ വന്നപ്പോഴത്തേനും ഈ അമ്മ കിടന്ന് വെള്ളം വേണമെന്ന് വിളിച്ചു പറയുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ 3 വാർഡിലെ മെമ്പർ, ഇളമാട് വാർഡിലെയും എടത്തനപ്പാട വാർഡിലെയും തേവന്ന വാർഡിലെ മെമ്പർമാരെ വിളിച്ചു വരുത്തി. അവർ പിന്നെ പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെട്ടിട്ടാണ് പോലീസ് വന്നിട്ട് സംഭവം. തുടർന്ന് ഇരുവരും പ്രമേഹ രോഗത്തിന്റെ ഗുളിക അമിതമായ രീതിയിൽ കഴിക്കുകയും രഞ്ജിത്ത് മാതാവിന്റെ കഴുത്തിൽ ഷാൾ മുറുക്കി കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു. സുജാത ബോധം കെട്ട് വീണപ്പോൾ മരിച്ചുവെന്ന് കരുതി രഞ്ജിത്ത് റൂമിൽ കയറി ഫാനിൽ തൂങ്ങി മരിക്കുകയായിരുന്നു. ഇന്ന് രാവിലെ 10 മണിയോടെ KSB ബില്ലടയ്ക്കാത്തതിനെ തുടർന്ന് ജീവനക്കാരൻ വീട്ടിലെത്തിയപ്പോൾ വീട് അടച്ചിട്ടിരിക്കുകയും വീട്ടിനുള്ളിൽ നിന്നും ഒരു സ്ത്രീ വെള്ളത്തിനു വേണ്ടി നിലവിളിക്കുന്ന ശബ്ദം കേട്ടു. ഇത് അയൽവാസിയായ വീട്ടുകാരനോട് വിവരം പറയുകയും പ്രദേശവാസികളും പഞ്ചായത്ത് മെമ്പർ അടക്കമുള്ളവർ വന്ന് കതക് ചവിട്ടി പൊളിച്ചു പരിശോധന നടത്തിയപ്പോഴാണ് വീടിനുള്ളിൽ അവശനിലയിൽ സുജാതയെയും മുറിയിലെ ഫാനിൽ തൂങ്ങി നിൽക്കുന്ന നിലയിൽ രഞ്ജിത്തിനെയും കണ്ടത്. സുജാതയെ അടിയന്തരമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇൻക്വസ്റ്റ് നടപടി പൂർത്തിയാക്കിയതിനു ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ചടയമംഗലം പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുക്കുകയും മേൽ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. റിപ്പോർട്ടർ സജി, അഞ്ചൽ. ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട്. അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ? എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട്. ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ്. കെട്ടിട നിർമ്മാണ രംഗത്ത് 30 വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം. കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം 3D പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു. കൺസ്ട്രക്ഷൻ, ഇന്റീരിയർ ഡിസൈൻ, റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട്. ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ്, അഞ്ചൽ, അഗസ്തിക്കോട്. Contact 94472 44659 89218 37847. Your dream, our priority. Together, we build the heart of your family's future.